Good morning, student. At the university question, solve the initial value problem x square y double dash minus 3xy dash plus 3y is equal to 0. Y of 1 is equal to 0. Y dash 1 is equal to 1. July 2021 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഇത് തന്നിരിക്കുന്ന ഇക്വേഷൻ Euler-Cauchy ഇക്വേഷൻ ആണ്. അപ്പോൾ Euler-Cauchy ഇക്വേഷൻ Euler-Cauchy ഇക്വേഷൻ ആണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? a0 x square y double dash a1 x y dash plus a2 x raised to 0 y is equal to 0. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. ഈ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ x square y double dash കോഎഫിഷ്യന്റ് എന്താണ്? a0. ഇവിടെ എന്താണ്? അപ്പോൾ a0 is equal to 1. x y dash കോഎഫിഷ്യന്റ് ഇവിടെ 1 a1 ആണ്. ഇവിടെ എന്താണ്? -3. ഇവിടെ a2 x raised to 0 y dash x 0 1 ആണ്. അപ്പോൾ a2 is equal to 3 ആണ്. അപ്പൊ a0 കിട്ടി, a1 കിട്ടി, a2 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി ഇക്വേഷൻ എടുക്കണം. ഓക്സിലറി ഇക്വേഷൻ എന്ന് ബൈഹാർട്ട് പഠിക്കണം. a0 m സ്ക്വയർ പ്ലസ് a1 മൈനസ് a0 ഇൻടു m പ്ലസ് a2 is equal to 0. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m സ്ക്വയർ പ്ലസ് a0 ന് 1 കൊടുത്തു, m സ്ക്വയർ പ്ലസ് a1 മൈനസ് a0. a1 എത്രയാണ്? -3. a0 എത്രയാണ്? -1. m പ്ലസ് a2 എത്രയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m സ്ക്വയർ മൈനസ് 4m പ്ലസ് 3 is equal to 0. അപ്പൊ നമുക്ക് m സ്ക്വയർ മൈനസ് 4m പ്ലസ് 3 is equal to 0 എന്നാണ് കിട്ടുന്നത്. ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, m-3 ഇൻറ്റു m-1. അതായത് പ്രൊഡക്റ്റ് 3യും കൂട്ടുമ്പോൾ -4 കിട്ടുന്നതിന്റെ സംഖ്യകൾ -3 -1. അല്ലെങ്കിൽ നേരത്തെ കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് റൂട്ട്സ് കിട്ടും. ഈക്വൽ ടു 0. therefore m ന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? m is equal to 1 ഉം 3. റൂട്ട്സ് ആർ m1 and 3. Euler-Cauchy ഇക്വേഷനിലെ റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ റൂട്ട്സ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് സേ m1 m2 ആണെങ്കിൽ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ y എഴുതാനുള്ള ഫോർമുല എന്താണ്? y എഴുതാനുള്ള ഫോർമുല c1 into അല്ലെ, c1 into x raised to 1 plus c2 into x raised to 2. ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, ഫോർമുല ഓർത്തിരിക്കണം. if the roots are real and distinct, റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ y എഴുതാനുള്ള ഫോർമുല c1 into x raised to m1 plus c2 into x raised to m2. ഇവിടെ നമ്മൾ m1 ന്റെ വാല്യൂ 1 കിട്ടി, m2 ന്റെ വാല്യൂ 3 കിട്ടി. അപ്പോൾ y യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c1 into x raised to 1 plus c2 into x cube. അപ്പോൾ നമ്മുടെ y യുടെ ആൻസർ എന്താണ്? c1x plus c2x. അപ്പോൾ y യുടെ ആൻസർ കിട്ടി. ഇനി നമുക്ക് c1 ഉം c2 കണ്ടുപിടിക്കണം. എന്താണ് c1 എന്താണ് c2 എന്ന് കണ്ടുപിടിക്കാം. അടുത്ത പോയിന്റ് അതാണ്, c1 c2 കണ്ടുപിടിക്കുക എന്നതാണ്. c1 c2 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്. കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടീഷൻ y of 1 is equal to 0 എന്ന് തന്നിട്ടുണ്ട്. y of 1 equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 is equal to ഈ ഇക്വേഷനിൽ x 0 കൊടുക്കുക. അപ്പൊ ആദ്യത്തെ ടേം നമുക്ക് 0 വരും. c1 into c1 പ്ലസ് രണ്ടാമത്തേല് പ്ലസ് c2. അപ്പൊ നമുക്ക് c1 പ്ലസ് c2 is equal to 0. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എത്രയാണ്? ഫസ്റ്റ് ഇക്വേഷൻ c1 plus c2 is equal to 0 എന്നൊരു ഇക്വേഷൻ കിട്ടി. ഈ രണ്ടാമത് y dash ആണ്. y dash എന്ന് പറയുമ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? c1 plus c2 into 3x square. ഇനി y dash 1 നമുക്ക് എത്ര തന്നിരിക്കണേ? 1 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 1 is equal to c1 plus 3c2. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 2ൽ നിന്ന് 1 കുറച്ച് കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 1 വരും. ഇവിടെ c1 കട്ടായി പോകും. 3c2 നിന്ന് c2 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2c2 കിട്ടും. അപ്പൊ c2 ന്റെ വാല്യൂ എത്ര കിട്ടി? 1/2. അപ്പൊ c2 is equal to 1/2. c2 ന്റെ വാല്യൂ നമുക്ക് 1/2 കിട്ടി. ഇനി നമുക്ക് c1 ന്റെ വാല്യൂ കിട്ടും. c1 ന്റെ വാല്യൂ കിട്ടാനായിട്ട് c1 plus c2 is equal to 0 ആണ്. അപ്പൊ c1 is equal to -c2 ആണ്. therefore -1/2. c1 ന്റെ വാല്യൂ നമുക്ക് -1/2. therefore നമ്മുടെ സൊല്യൂഷൻ എന്താണ്? y is equal to c1 എന്ന് പറയുന്നത്
minus 1 by 2x plus C2 എന്ന് പറയുന്നത് 1 by 2x square. 1 by 2x cube. 1 by 2x cube. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഫൈനൽ ആൻസർ വിൽ ബി 1 by 2x cube minus 1 by 2x. ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. ഇത് ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷൻ ഓയിലർ-കോഷി ഇക്വേഷൻ ആണ്. ഓയിലർ-കോഷി ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം അല്ലെങ്കിൽ ജനറൽ ഫോം എന്താണ്? a naught x square y double dash plus a1 x y dash plus a2 x 0 y is 0. ഈ ജനറൽ ഫോം നമ്മൾ ഓർത്തിരിക്കാം. ഈ ജനറൽ ഫോം തന്നിരിക്കുന്ന പ്രോബ്ലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് a0ന്റെ വാല്യൂ കിട്ടും, a1ന്റെ വാല്യൂ കിട്ടും, a2ന്റെ വാല്യൂ. ആ a0ന്റെയും a1ന്റെയും a2ന്റെയും വാല്യൂ ഉപയോഗിച്ച് ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഓക്സിലറി ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. a0 m സ്ക്വയർ പ്ലസ് a1 മൈനസ് a0 into m പ്ലസ് a2 is equal to 0. അതിന് a0നും a1നും a2നും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ m-ന്റെ വാല്യൂ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയ m-ന്റെ വാല്യൂ എന്താണ്? 1ഉം 3ഉം ആണ് നമുക്ക് കിട്ടിയത്. രണ്ട് വാല്യൂസ് 1ഉം 3ഉം ആണ് കിട്ടിയത്. അപ്പൊ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട്. റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ m1 m2 ആണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എഴുതാനുള്ള ഫോർമുല ഓയിലർ-കോഷി ഇക്വേഷന്റെ ഫോർമുല എന്താണ്? C1 into x raised to m1 plus C2 into x raised to m2. C1 into x raised to m1 plus C2 into x raised to m2. അപ്പൊ ഇവിടെ m1 m2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ m1 എന്നുള്ളത് 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? C1x plus C1x plus C2 x cube. ഇനി C1 C2 കണ്ടുപിടിക്കാനായിട്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ C1ന്റെ വാല്യൂ -1/2, C2ന്റെ വാല്യൂ 1/2 കിട്ടും. Therefore final answer will be y is equal to -1/2x plus 1/2x. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.